വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരമാണെങ്കിൽ എന്താ കാര്യമെന്നൊക്കെ എന്താ പിള്ള എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പൊന്നിക്ക് ചില കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി ജോലിയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പൊന്നി രാഘവൻ നായർ കുറച്ച് ഗൗരവത്തിലൊക്കെയാണ്. പൊന്നിന് ചായ കൊടുത്തു കഴിഞ്ഞില്ലേ എങ്കിൽ ഓസ് എടുത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക എന്ന് പറയുകയാണ്. എന്നിട്ട് പിന്നെ ശിവനോട് പറയുന്നുണ്ട്, വിഷ്ണു നിൻ്റെ കൂട്ടുകാരനെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ആരെ കമലിനെയാണോ ചോദിക്കുകയാണ്. അന്നേരം അതെ എന്ന് പറയുകയാണ്. അന്നേരം അവൻ്റെ ഓട്ടോയുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഓട്ടം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാൻ വെച്ചാന്നിങ്ങനെ ശിവൻ പറയുമ്പോൾ എന്തായാലും അവൻ വരട്ടെ, അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിള്ളേ പിന്നെ ഡയറിയൊക്കെ കയ്യിലിരിപ്പില്ലേന്ന് ചോദിക്കുക. അന്നേരം എല്ലാം കണക്കെല്ലാം ഉണ്ട് എന്നൊക്കെ പിള്ളയും പറയുന്നുണ്ട്. ഈ സമയത്ത് കമലിനാണെങ്കിൽ ഓട്ടോയിൽ വന്നിറങ്ങുകയാണ്. അന്നേരം 100 ആയുസാണ് വന്ന് ഇറങ്ങിയെന്ന് പറയുകയാണ്. തുടർന്നാണെങ്കിൽ പിന്നെ അതിനുശേഷം രാഘവൻ നായർ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്താണ് പിന്നെ കമലം വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ ഇന്നലെ രാത്രി ഒരു ഹോസ്പിറ്റൽ ഓട്ടോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞപ്പോഴാണ് രാവിലെ ആയപ്പോൾ രാഘവൻ സാർ വിളിച്ചത്, എന്തോ ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും ഈ ഓട്ടോശ്രീ തന്നെ വേണം, കുറേ ഓട്ടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കമലം വലിയ സന്തോഷത്തിലൊക്കെ സംസാരിക്കുകയാണ്. തുടർന്ന് പറയുന്നത് ഷുഗർ ചിക്കാൻ പോണ കുറേ അമ്മച്ചിമാർ, പള്ളിയിൽ പോണവർ, പിന്നെ കുറേ കോളേജ് കുമാരികൾ, എല്ലാവർക്കും ഈ ഓട്ടോശ്രീ തന്നെ, ഓട്ടോയുടെ ഐശ്വര്യമാണ്, എൻ്റെ ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞ് കമലിനെ അങ്ങോട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്ന ഓട്ടോശ്രീ അല്ലേ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണുവല്ല ശിവൻ ചോദിക്കുകയാണ്. അന്നേരം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ വീണ്ടും അകത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്. എന്തോ ഡയറിയൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഓട്ടോ വന്നില്ലേ, എങ്ങോട്ടാ ഓട്ടോ എന്നൊക്കെ രാഘവൻ സാറേ എന്നൊക്കെ കമലൻ ചോദിക്കുകയാണ്. അന്നേരം നീ ആദ്യം പോയി നിൻ്റെ വണ്ടിയുടെ താക്കോൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേന്ന് പറയുകയാണ്. അന്നേരമേ ശിവൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ കമലൻ ചോദിക്കുന്നുണ്ട്, പൂജിക്കാനാണോ ചോദിക്കുമ്പോൾ അതൊരു പൂജ തന്നെയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് കമല ഓട്ടോയുടെ കീ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതങ്ങ് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബുക്കും പേപ്പറും ഒക്കെ അതിൻ്റെ സ്ഥാനത്ത് തന്നെ ഇല്ലേന്ന് ചോദിക്കുക. അന്നേരം അതെല്ലാം കറക്റ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. തുടർന്ന് പെട്ടെന്ന് രാഘവൻ നായർ പറയുകയാണ്, എങ്കിൽ നിനക്ക് പോകാം എന്ന് പറയുകയാണ്. അന്നേരം കമലിനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അന്നേരം മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ, അതെ വിഷ്ണു നിൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ വണ്ടി നിൻ്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് തരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, വാടക തരാമെന്നുള്ളത്, ദിവസം 300 രൂപ വെച്ച്. ഇപ്പോൾ നീ എനിക്ക് കാശ് തന്നിട്ട് എത്ര ദിവസമായി, പിള്ളയെ കണക്കങ്ങോട്ട് നോക്ക് എന്ന് പറയുകയാണ്. അന്നേരം പിള്ള ഡയറി എടുത്ത് നോക്കിയിട്ട് 2 ആഴ്ചയായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കണക്ക് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 4300 രൂപ, 200 300 ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് നീ എനിക്ക് തന്നില്ലല്ലോ, എനിക്ക് മരുന്ന് മേടിക്കാനും കുഴമ്പ് മേടിക്കാനും ഒക്കെയുള്ള ആവശ്യത്തിന് എൻ്റെ കാര്യം നടക്കുന്നില്ല, പക്ഷെ നിൻ്റെ കാര്യം നടക്കുന്നുണ്ട്, അതിന് വേണ്ട, ഞാൻ ഇനി വേറെ ആരെങ്കിലും കൊടുത്ത് ഓടിക്കോളാം, പിന്നെ നീ നിൻ്റെ പാട്ടിന് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ കമലിന് ആകപ്പാടെ അങ്ങോട്ട് വിഷമം വരികയാണ്. ശബ്ദമൊന്നും വരുന്നില്ല. കമൽ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം പൊന്നിയും പിള്ളയും ശിവനും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പക്ഷേ രാഘവൻ നായർ ഒട്ടും കൂസാക്കുന്നില്ല, കമലിന് ഓട്ടോ കൊടുക്കില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ്. നീ ആ പൈസ തന്നില്ലല്ലോ, കണക്കായിരിക്കണം, സുഹൃബന്ധമൊക്കെ വേറെ എന്ന് പറയുകയാണ്. അപ്പോൾ കമലിനിങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ശിവൻ അവിടെ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, കമല നീ എൻ്റെ അവിടെ വെച്ച് കാശ് തന്നില്ലായിരുന്നോ, അത് ഞാൻ അച്ഛന് കൊടുക്കാനായിട്ട് മറന്നുപോയി എന്ന് പറയാം. കമലിനിങ്ങനെ വായും പൊളിച്ച് നോക്കുകയാണ്. അന്നേരം നീ അന്ന് അച്ഛൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ എൻ്റെ തന്നായിരുന്നല്ലോ, അത് ഇപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് 4200 രൂപ അല്ലേ അതെന്ന് പറഞ്ഞിട്ട് ഉടനെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അങ്ങ് രാഘവൻ നായരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ടും കമലിന് ആദ്യം മനസ്സിലാവുന്നില്ല അത് ശിവൻ തൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തതാണെന്നുള്ളത്. കമലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതേടാ നീ അന്ന് തന്നതാണ്, ഞാൻ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ മറന്നുപോയി അല്ലേ, അതെ എന്നിങ്ങനെ കമലിനെ നോക്കി ഇങ്ങനെ കണ്ണടച്ച് കാണിച്ച് പറയുമ്പോൾ, അതെ അത് ശരി തന്നെയാണ്, ഞാൻ ആശൻ്റെ കൊടുത്തതാണ്, അപ്പോൾ ഇത് രാഘവ സാർ പിന്നെന്താ പറയുന്നതെന്ന് പറഞ്ഞ് ഞാൻ അന്തം വിട്ട് നോക്കി നിൽക്കുകയായിരുന്നു, ഇതെന്താ ഞാൻ കൊടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അപ്പോൾ ഇനിയെല്ലാം കണക്കെല്ലാം കറക്റ്റായിരിക്കണം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ തിരിച്ചു കൊടുക്കുന്നുണ്ട്. സുഹൃത്ത് ബന്ധം വേറെ, കണക്കെല്ലാം വേറെ, കറക്റ്റായിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എല്ലാം കറക്റ്റായല്ലോ, ഇനി താക്കോൽ എന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല പിടിച്ചോ എന്നും പറഞ്ഞ് രാഘവൻ നായർ കൊടുക്കുകയാണ്. അന്നേരം വാങ്ങിച്ചു എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. പെട്ടെന്ന് കമലിന് അത് പോയങ്ങ് വാങ്ങിക്കുകയാണ്. അന്നേരം എല്ലാം ഇനി കറക്റ്റായിട്ട് കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അങ്ങ് തിരിച്ച് തൻ്റെ ഒരു ഡയറിയൊക്കെ ആയിട്ട് തിരിച്ചങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ അകത്തേക്ക് കയറി ആ ഒരു ടൈമിൽ തന്നെ കമലിനാണെങ്കിൽ പെട്ടെന്ന് ശിവനെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുകയാണ്. അന്നേരം ശിവനും വിഷമമാവുന്നുണ്ട്, പിള്ളയും പൊന്നിയൊക്കെ ഇങ്ങനെ അവർക്കത് മനസ്സിലാവുന്നുണ്ട് ശിവൻ അപ്പോൾ അത് പൈസ കൊടുത്തതാണ് എന്നുള്ളത്. എന്നിട്ട് എന്താടാ ഇത്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛനെ നന്ദിയുണ്ടെന്ന് പറയുകയാണ്. പിന്നെ ഞാൻ പൈസ ഒപ്പിച്ച് വച്ചിരുന്നതാണ്, പക്ഷേ അമ്മയ്ക്ക് ഹോസ്പിറ്റലിലായപ്പോൾ അത് വേറെ നിവർത്തിയൊന്നും ഇല്ലാണ്ട് അത് എടുത്ത് അടച്ചതാണ്, ഇവിടെ വേറെ എന്തെങ്കിലും വഴി കാണാമെന്ന് കരുതി, അപ്പോഴാണ് ഇങ്ങനെയെന്ന് പറയുമ്പോൾ, അതൊന്നും സാരമില്ല, നീ എന്നെ ആശാനെന്ന് വിളിക്കുമ്പോൾ ഉള്ളി
തട്ടി തന്നെയാണ് ഞാൻ ആ വിളി കേൾക്കുന്നത്. നീ നിൻ്റെ വിഷ്ണു ആശാനായിരുന്നെങ്കിൽ നീ ഈ പൈസ നീ കടം ചോദിക്കുമായിരുന്നല്ലോ, ഞാനായതുകൊണ്ടല്ലേ ചോദിക്കുക. നീ എന്നെ ആശാനെ എന്ന് വിളിക്കുമ്പോൾ ഒരു ആത്മബന്ധം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ ബന്ധങ്ങൾ വളരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴും അവർക്കങ്ങ് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് പിള്ള അങ്ങോട്ട് എഴുന്നേറ്റ് പറയുകയാണ്, ഇത് ശിവനല്ല, നമ്മുടെ വിഷ്ണു കുഞ്ഞ് തന്നെയാണ്. പിന്നെ വിഷ്ണു കുഞ്ഞ് വന്നതിന് ശേഷം അല്ല, ശിവൻ വന്നതിന് ശേഷം വിഷ്ണു കുഞ്ഞിൻ്റെ കുറവ് നമുക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പിള്ള ഇങ്ങനെ പറയുമ്പോൾ പൊന്നി അതിങ്ങനെ സമ്മതിക്കുന്നുണ്ട്. വീണ്ടും ശിവനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് കമലിനാണ്. അന്നേരം പോട്ടെ, സാരമില്ല, നീ അങ്ങോട്ട് ചെല്ല്, നിൻ്റെ കോളേജുമാരി ആരും ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ അമ്മച്ചിയാരും ഒക്കെ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും, അങ്ങോട്ട് ചെല്ല് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് കമലിനാണെങ്കിൽ. എന്നിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശിവൻ പറയുമ്പോൾ അവരെല്ലാവരും കേട്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് ആ സീനോടെ തീരുകയാണ്. ഇതേ സമയം അവിടെ പ്രകാശിൻ്റെയും ചന്ദ്രയുടെയും വീട്ടിലാണെങ്കിൽ പ്രകാശൻ ഓടി വന്ന സന്തോഷത്തോടെ ഇങ്ങനെ മുറ്റത്ത് നിന്ന് ഡേസിയല്ല ചന്ദ്രയോട് പറയുന്നുണ്ട്, പിന്നെ താൻ ഏത് ദൈവങ്ങളെയാണ് വിളിച്ചത്, പ്രാർത്ഥന എന്തായാലും കേട്ടു, എനിക്ക് മധുരയിലേക്ക് പോകാനുള്ളതെല്ലാം ശരിയായിട്ടുണ്ട്, അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് ഒരു വാടക വീട് എടുത്തിട്ട് തന്നെയും കൂടി കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചന്ദ്രയുടെ മുഖം ഇങ്ങനെ ആകെ ഒരു വിഷമിച്ച് നിൽക്കുമ്പോൾ ഇത്രയും സന്തോഷം പറഞ്ഞിട്ട് എന്താ ചിരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ പ്രകാശനോടൊന്ന് പോവുകയല്ലേ എന്ന് ചോദിച്ച് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ റാണിയാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ ക്യാമറയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ രമണൻ ചന്ദ്രികയും വീണ്ടും വന്നിട്ടുണ്ട്, അപ്പോൾ പിന്നെ വീണ്ടും അഭിനയിച്ചോ, കാര്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മളെ വിറ്റ് കാശാക്കാൻ പോവുകയാണല്ലേ എന്നിങ്ങനെ പ്രകാശ് ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രകാശ് പിന്നെ അവിടത്തേക്ക് മധുരയിലേക്ക് പോവുകയാണെന്നിങ്ങനെ ചന്ദ്ര പറയുമ്പോൾ, അപ്പോൾ സംഗതി സാഡാണല്ലേ, കണ്ടന്റ് എന്തായാലും കുഴപ്പമില്ല, രണ്ടുപേരും കൂടി അഭിനയിച്ചോ, ഇമോഷണലൊക്കെ വന്നോട്ടെ എന്നിങ്ങനെ റാണി വാശിക്കുന്നോണം പറയുമ്പോൾ, അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കാണത്തില്ല എന്നല്ലേ ഉള്ളൂ പ്രകാശിനെ, അത് ഞാനങ്ങ് സഹിച്ചു എന്ന് പറഞ്ഞ് ചന്ദ്ര ഒരു പിണക്കം പോലെ. എന്നിട്ട് വന്നേ പ്രകാശൻ എന്ന് പറഞ്ഞ് പ്രകാശിനെ വിളിച്ച് പുറത്തേക്ക് പോയിട്ട് അവർ കസേരയിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ അപ്പോൾ എല്ലാം പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുകയാണ്. അന്നേരം അവിടെ പോകണം, ജോയിൻ ചെയ്യണം, വാടക എടുക്കണം, അതിനൊക്കെ കുറച്ച് സമയം എടുക്കും, അപ്പോൾ എന്നാലും പോകുന്നത് വരെ ഞാനിവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ റാണി പറയുന്നുണ്ട്, പ്രകാശ് പോയിട്ട് പതിയെ വന്നാൽ മതി, പിന്നെ ഇവിടെ നിന്ന് ചന്ദ്ര ഇവിടെ നിൽക്കട്ടെ, അവിടെ ഏട്ടന് ഒരു കൂട്ടാവുമല്ലോ എന്ന് പറയുകയാണ്. അന്നേരം ഞാൻ പോയി കഴിഞ്ഞാൽ ഏട്ടന് പിന്നെ കാര്യം ആരും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം ഏട്ടന് കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ കാണും, ചന്ദ്ര ഒരു ജീവിതം വേണ്ടതെന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഓട്ടോ വരുന്നത്. ഓട്ടോയിൽ ഡേയ്സി ഇങ്ങനെ ബാഗൊക്കെ പെട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അന്നേരം ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറി വന്നിട്ട് ഉടനെ കയറി കസേരയിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഡേയ്സി പറയുന്നുണ്ട്, ശിവൻ എവിടെ, എനിക്ക് ശിവനെ ഒന്ന് കാണണമെന്ന് പറയുക. അന്നേരം ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്, വരാനായിട്ട് താമസിക്കുമെന്നിങ്ങനെ പിന്നെ ചന്ദ്ര പറയുന്നുണ്ട്. അന്നേരം ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നതാണ്, അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് എന്നെ താലി കെട്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞെന്നോ, ആരാണ് ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ വിവാഹം കഴിയാതെ ഈ കാണുന്നതൊക്കെ പിന്നെ സത്യമല്ലേ എന്ന് പറഞ്ഞ് ഡേയ്സി ആണെങ്കിൽ തൻ്റെ ഫോണിൽ നേരത്തെ പിന്നെ ഡേവിസൊക്കെ കൊണ്ടുവന്ന് കാണിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഓണാക്കി ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രകാശന് വാങ്ങുന്നുണ്ട്. എന്നിട്ട് പ്രകാശൻ പറയുകയാണ്, പിന്നെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടന്നു എന്നുള്ള സത്യം തന്നെയാണ്, പക്ഷേ അത് എൻ്റെയും ചന്ദ്രയുടേതുമാണ്, കളക്ടറും ശിവേട്ടനുമൊക്കെ ആ കല്യാണം കൂടാൻ വന്നതാണ്, ഈ വീഡിയോ ഫേക്കാണ്, ഇതെന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് മോശമായി പോയി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഡേയ്സി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പ്രകാശാണെങ്കിൽ പെട്ടെന്ന് തൻ്റെ ഫോണിൽ ആ ഒരു കല്യാണ വീഡിയോ എടുക്കുന്നുണ്ട്, അവർ ഒപ്പിടുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. കമലിന് അന്ന് എന്തായാലും വീഡിയോ എടുത്തത് നന്നായെന്നും പറഞ്ഞത് ഇതാണ് ഒറിജിനൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഡേയ്സി തൻ്റെ ഫോണിലെ വീഡിയോ കാണിക്കുകയാണ്. അവർ ഒപ്പിടുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുന്നതും ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇത് ഫേക്കാണ്, ഇത് മോശമായി പോയി എന്നൊക്കെ, ഇതാണ് സത്യാവസ്ഥ എന്നിങ്ങനെ പ്രകാശ് പറയുമ്പോൾ, എന്തായാലും അറിഞ്ഞത് നന്നായി, എന്തായാലും ഞാനിവിടെ താമസിക്കാനായിട്ട് തന്നെയാണ് വന്നത്, ഞാൻ ശിവനെയും കണ്ടിട്ടേ പോവുകയുള്ളൂ എന്നുള്ള രീതിക്ക് തന്നെ ഡേയ്സി അവിടെ ഇരിപ്പുറക്കുകയാണ്. ഈ ചന്ദ്രയും പ്രകാശും റാണിയും ഒക്കെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ തൻ്റെ ഒരു ക്യാബിനിലേക്ക് ADM വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് മാഡം എന്താ വിളിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ഇരിക്കുക, ജോൺ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ, ഇനി മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനോ ഇനി കേക്ക് മുറിച്ച് ആഘോഷിക്കാനോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മാഡം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ജോൺ ഇരിക്കുന്നുണ്ട്. അന്നേരം ജോൺ വലിയ പരോപകാരിയാണെന്നൊക്കെ എനിക്കറിയാം, അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷത്തിൽ ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഇവിടെ മൊത്തം ജീവനക്കാരെയൊക്കെ ആഘോഷിക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ ജോണിനോടൊരു കളിയാക്കിയാണ് ഈ ശാലിനി സംസാരിക്കുന്നത് മുഴുവൻ.
അന്നേരം പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് മറന്നു, എൻ്റെ ഒരു വിവാഹം കഴിഞ്ഞായിരുന്നു. അത് ജോൺ എല്ലാവർക്കും സന്തോഷമായിട്ട് കേക്കൊക്കെ മുറിച്ച് കൊടുത്തു ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ ആയിട്ട് നമ്മൾ ഈ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ എങ്ങോട്ട് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ ഗോവയ്ക്ക് പോയാലോ പട്ടായയിലേക്ക് പോയാലോ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പുന്നമട കായലിലൂടെ ഒരു ഹൗസ് ബോട്ടിങ് യാത്രയായാലും എന്തൊക്കെയായാലും അത് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ ശാലിനി കളിയാക്കി പറയുമ്പോൾ മാഡം പരിഹസിക്കുകയാണോ ചോദിക്കുകയാണ്. അന്നേരം ഈ ജോണിനെ പോലെ ഒരാളിനെ ഞാൻ എങ്ങനെ പരിഹസിക്കും? എന്തായാലും ജോൺ നല്ലൊരു മനുഷ്യനാണ്. ജോണിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഭാഗ്യം ചെയ്തവരാണ്. അവർക്ക് ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരു മുത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആകെ ഇരുന്നങ്ങോട്ട് വിയർക്കുകയാണ്. എന്നിട്ടും ജോൺ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഇരിക്കണമെന്നും പറഞ്ഞ് കർശനമായിട്ട് ശാലിനി പറയുമ്പോൾ ആ വിറയലോട് തന്നെ ജോൺ ഇരിക്കുന്നുണ്ട്. അകന്നങ്ങ് വീർത്ത് കുളിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, താൻ എന്താണോ കരുതിയത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ താനും തൻ്റെ ഒരു യൂട്യൂബറും കൂടി ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഞാനങ്ങ് ഭസ്മമായി പോകുമെന്നാണോ എന്നൊക്കെ ശാലിനി ഷൗട്ട് ചെയ്ത് ചോദിക്കുന്നുണ്ട്. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരം മാഡം, അത് ഞാനൊരു തെറ്റായ ധാരണയിൽ വന്നതാണ്. അത് വീഡിയോ ശരിയല്ല. പിന്നീട് കറക്റ്റ് കാര്യം അറിഞ്ഞപ്പോൾ ഒരു കേക്ക് മുറിച്ച് അതിങ്ങനെയാണ് വാർത്ത എന്ന് എല്ലാവരോടും പറയാനായിട്ട് ഞാൻ ഒരുങ്ങിയതാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, തൻ്റെ എന്തെങ്കിലുമൊക്കെ തന്നെ പറയും, താനൊരു ADM പദവിക്ക് തന്നെ ഒരു അപമാനമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ നിഷ്ഠമായിട്ടൊക്കെ ഇങ്ങ് ജോണിനെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ആകെ ഇങ്ങനെ നാറി നിൽക്കുകയാണ് ശാലിനിയുടെ മുന്നിൽ തന്നെ. അപ്പോൾ എന്തായാലും പറയുകയാണ്, ആ വീഡിയോ ഫേക്ക് ആയിരുന്നു എന്നൊക്കെ മനസ്സിലായെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എന്തായാലും പിന്നെ തന്നെ കാരണം ഇപ്പോൾ വേറൊരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഏത് വീഡിയോ എന്ന് ചോദിക്കും. എന്തായാലും താൻ തന്നെ ഒന്ന് കണ്ടു നോക്കും. ഇതിപ്പോൾ 1 ലക്ഷം പിന്നെ മണിക്കൂറുകൾക്കാകുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ പേരൊക്കെ കണ്ടു കഴിഞ്ഞു. താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിക്കണം കേട്ടോ. കൂട്ടുപ്രതിയെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് വേണമോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശാലിനി തൻ്റെ ഫോണിൽ ആ ഒരു വീഡിയോ ഓണാക്കി പിന്നെ ജോണിന് കാണിച്ചു കൊടുക്കുകയാണ്. അന്നേരം ഇത് കണ്ട് ജോൺ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട്. അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശിവനാണെങ്കിൽ ആ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലിട്ട് ഈ ഒരു യൂട്യൂബറെ നന്നായിട്ട് കൈകാര്യം അടിച്ച് അവശനാക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ ശരീരത്തിൽ ഞാൻ ഇനി കൈവയ്ക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലം ബാക്കിയുണ്ടോടോ, താൻ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഇറങ്ങും, അതിന് പിന്നെ കൊട്ടേഷനുമായിട്ട് ഞാൻ തൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നോണ്ട് ഇതൊരു ചെയിൻ സർവീസ് പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നാൽ ഇതിനൊരു അവസാനം വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇനിയെ തല്ലല്ലേ എന്നൊക്കെ ഈ യൂട്യൂബർ പറയുന്നുണ്ട്. അന്നേരം അതൊരു വീഡിയോ ആയിട്ടല്ല, ഫോണിൽ കാണുന്ന വീഡിയോ ആയിട്ടല്ല, ആദ്യം അങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഫുൾ സീനായിട്ടാണ് കാണിക്കുന്നത്. അന്നേരം ഒരു പരിഹാരം വേണ്ടേന്ന് പറഞ്ഞ് വീണ്ടും ഈ യൂട്യൂബറെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. അന്നേരം ഇനി എന്നെ തല്ലല്ലേ ചവിട്ടാനായിട്ട് മുമ്പ് വേണ്ടാന്ന് പറയണം, പരിഹാരം വേണമെന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്തായാലും ഇതിനൊരു അന്തിമ തീരുമാനം വേണം, അത് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശിവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ടൈമാകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഈ യൂട്യൂബറെ കൊണ്ട് തന്നെ പിന്നെ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയിട്ട് ഈ ശിവനാണെങ്കിൽ ഇങ്ങനെ ഫോൺ പിടിപ്പിക്കും. അടുത്ത പ്രൊമോ അങ്ങനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ശിവനാണെങ്കിൽ ഇങ്ങനെ കൈരി ഓയിൽ ഈ യൂട്യൂബറിൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മറ്റൊരുടെ സ്വകാര്യത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്ന എല്ലാ യൂട്യൂബർമാർക്ക് വേണ്ടിയും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു എന്നിങ്ങനെ ശിവൻ ആദ്യം പറയുന്നുണ്ട്. എന്നിട്ട് ഈ തലവഴിയെ കൂടെ ഇങ്ങനെ കൈരിയോയിൽ ഒഴിക്കുകയാണ്. ഒരു കയ്യിലാണെങ്കിൽ യൂട്യൂബറിൻ്റെ കയ്യിൽ ഇങ്ങനെ ഫോൺ ഫ്രണ്ട് ക്യാമറ ഓണാക്കുമ്പോൾ സെൽഫി എടുക്കുന്ന പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ശിവൻ ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള സീനി കാണിക്കുന്നത് ശിവനാണെങ്കിൽ അവിടെ പിന്നെ വേലായുധൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഡേസിയോട് കാലുമേറ്റൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോൺ കാണുകയാണ്. ഡേസി ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ ശിവനാകപ്പാട് ദേഷ്യം വന്നിങ്ങനെ നോക്കുന്ന ആ ഒരു സീന്. ഇത്രയുമാണ് അടുത്ത പ്രൊമോയിലും കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു യൂട്യൂബറിൻ്റെ ശല്യം ഇതോടുകൂടി അവസാനിക്കും. ജോണിൻ്റെ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചാപ്റ്റർ ക്ലോസ് ആയിട്ട് വരികയാണ്. ആ ഒരു ഉപേന്ദ്രൻ്റെ കാര്യം അവിടെ തീർന്നു. ഇനി ബാക്കി ഇനി പ്രകാശനാണെങ്കിൽ മധുരയിലേക്ക് പോകുന്ന ആ ഒരു സീനൊക്കെയാണ്. അതിന് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു.